ഹലോ ഗൈസ്. സോ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ടയേർഡായി. അപ്പോൾ ഈ ചായം പറഞ്ഞു നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കാണെങ്കിൽ ഇന്ന് ഊട്ടിയിലത്തെ തട്ടുകടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ എന്ന് ഏട്ടൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏട്ടനെ ഫോളോ ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു. അങ്ങപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു നമ്മളിപ്പോൾ പോകുന്ന തട്ടുകടയിൽ നിന്ന് നമുക്കൊന്ന് പാസ്ത ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പാസ്ത എന്ന് കേട്ടപ്പോൾ തന്നെ ഇച്ചാനും എനിക്ക് വലിയ പിടുത്തമില്ല. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വട്ടം ഒരു സ്ഥലത്ത് നിന്ന് പാസ്ത ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വേസ്റ്റ് ചെയ്തു, ഞങ്ങൾ കഴിച്ചേ ഇല്ല. സോ എന്തായാലും വന്നതല്ലേ, ശരി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ചിക്കൻ ചില്ലി പാസ്തയും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈസ് കുറച്ചു. പിള്ളേർക്ക് പിന്നെ പാസ്ത കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല. എൻ്റെ അമ്മോ, കിടിലൻ ടേസ്റ്റായിരുന്നു. വേറെ ലെവൽ ആയിരുന്നു ആ പാസ്തയുടെ ടേസ്റ്റ്. അങ്ങനെ ഇച്ചായനും ഭയങ്കര ഇഷ്ടപ്പെട്ടു പാസ്ത. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് കൊടുത്തു. കുറച്ച് സ്പൈസി ഉണ്ടായിരുന്നു, എന്നാലും എബിക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രൈഡ് റൈസ്. പിന്നെ ഇച്ചായനും ഏട്ടനും കരിമ്പ് ജ്യൂസ് പോയി മേടിച്ചുകൊണ്ട് വന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല മധുരമായിരുന്നു. അവിടെ തന്നെ ഒരു വണ്ടിയിലാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ അതും മേടിച്ചു, കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരു ചായക്കടയിൽ പോയി. അവിടെയാണെങ്കിൽ ചൂട് കായ ബജ്ജിയും അതിനുള്ള ഒരു ചട്നിയും തന്നു. എന്താ ടേസ്റ്റ്. പിന്നെ ചായയും ഞങ്ങൾ അവിടുന്ന് കുടിച്ചു. അവർ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം മതിയെന്ന് പറയാനേ തോന്നിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. എബിക്കുട്ടനാണെങ്കിൽ ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് അവൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് അവനാണെങ്കിൽ കായ ബജ്ജി കഴിച്ചില്ല. ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഏട്ടൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്ത് പറ്റി, അവിടെ ചെന്നപ്പോൾ ആ തട്ടുകട ക്ലോസ്ഡ് ആണ്. ഏട്ടൻ പറഞ്ഞു അവിടെ എപ്പോഴും തിരക്കാണെന്ന്, നിൽക്കാൻ പോലും അവിടെ സ്ഥലമില്ല, അതുപോലെ തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി ഒന്ന് റൗണ്ട് ചെയ്യാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് ഓർഡർ കൊടുത്തു. ഞങ്ങൾക്കൊന്നും ജ്യൂസ് വേണ്ടായിരുന്നു, ഞങ്ങളുടെ വയറ് ഫുള്ളായതുകൊണ്ട്. കുട്ടികൾക്ക് പിന്നെ എബിമോന് ആപ്പിൾ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. പാത്തൂട്ടിക്ക് പിന്നെ ചോക്ലേറ്റ് ഷേക്ക് മതിയെന്നും പറഞ്ഞു. അങ്ങനെ എബിമോൻ വലിയ വായിലാണെങ്കിൽ ആപ്പിൾ ജ്യൂസൊക്കെ മതിയെന്ന് പറഞ്ഞു. എനിക്ക് വെച്ചാലും അറിയാമായിരുന്നു അവനത് കുടിക്കില്ല എന്ന്. അത് ഞങ്ങൾക്ക് തന്നെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുക്കാഞ്ഞത്. പാത്തുട്ടി ഷേക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് അവനും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ചോക്ലേറ്റ് ഷേക്ക് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ ഫുഡും ജ്യൂസും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ എബിക്കുട്ടന് ഭയങ്കര സങ്കടം. അങ്ങനെ അപ്പോൾ കാറിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചില്ല. എനിക്ക് എൻ്റെ ന്യൂ ഫ്രണ്ടിൻ്റെ അടുത്ത് കളിക്കണം, എനിക്ക് വീട്ടിൽ പോകണ്ടെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി വീട്ടിൽ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോയപ്പോഴാണ് അവനൊന്ന് സമാധാനമായത്. അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം കളിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം സമയമായി, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.